നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കുകയാണ് കേരള പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള പോലീസ് എന്നാൽ പിണറായി വിജയൻ തന്നെയാണ്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുന്നിടത്തോളം കാലം കേരള പോലീസിനൊന്നും ചെയ്യാനും കഴിയില്ല. പിണറായി വിജയൻ എന്ന് മാത്രമല്ല, CPM-ന്റെ ഏത് നേതാവാണെങ്കിലും പോലീസിനോ അതുപോലെ തന്നെ മറ്റൊരു മെഷീനറിക്കും, അതായത് ലോകായുക്തയ്ക്ക് പോലും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് CBI എന്ന് കേൾക്കുമ്പോഴേ മോദിയെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ED CBI എന്നൊക്കെ കേട്ടാൽ ഉടൻ തന്നെ ഇടതുപക്ഷക്കാർക്ക് തോന്നും അതൊക്കെ കേന്ദ്ര സർക്കാർ ആണ് അവരെ നിയന്ത്രിക്കുന്നതെന്ന്. കാരണം കേരളത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത് പിണറായി വിജയനും കൂട്ടരും ആയതുകൊണ്ട് തന്നെ തോന്നുന്നതാകാം ഇത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി ED-യെ പോലും മറികടക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ പോലീസിന് കേസെടുക്കാമെന്ന് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ED പറയുന്നത്. DGP-ക്ക് കത്തും നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ റിപ്പോർട്ടുമായി ED വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള മാസപ്പടി വിവാദത്തിൽ പോലീസിന് കേസെടുക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചന നൽകി. 2 തവണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി DGP-ക്ക് കത്ത് നൽകിയിരുന്നുവെന്നും വഞ്ചന, ഗൂഢാലോചന കുറ്റങ്ങൾ അടക്കം നിലനിൽക്കുമെന്നും ED ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ED പരിശോധിക്കുന്നത് കള്ളപ്പണ ഇടപാടാണ്. ഗൂഢാലോചന, വഞ്ചന, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കേരള പോലീസിന്റെ പരാതിയിൽ വരുന്നവയിൽ കേസെടുക്കാമെന്നുമാണ് ED ഹൈക്കോടതിയിൽ നൽകുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന് CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിശമാണെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. ED-യുടെ സത്യവാങ്മൂലം കേരള പോലീസിന് കൂടുതൽ തലവേദനയായിരിക്കുകയാണ്. ഇത് 3-ാം തവണയാണ് ED കത്ത് നൽകുന്നത് എന്ന സൂചനയും ഈ ഹർജിയിലുണ്ട്. ഏതായാലും ഈ ഹർജികളൊക്കെ നിലനിൽക്കുമ്പോഴും കേരള പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള പോലീസ് കേസെടുത്താൽ പിണറായി വിജയൻ അതിൽ ഇടപെടുമെന്ന് കേരള പോലീസിനും അറിയാം. അതുകൊണ്ടാണ് കേരള പോലീസ് വീണ വിജയനെ സംരക്ഷിക്കാനായി രംഗത്ത് വന്നത് എന്നാണ് സൂചനകൾ വരുന്നത്. എന്നാൽ കേരള പോലീസിനും പിണറായി വിജയനും വീണ വിജയനും ഒക്കെ തലവേദനയായി വീണ്ടും ഷോൺ ജോർജ് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു. വീണ്ടും ഈ ഫോറിൻ ബന്ധങ്ങൾ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഫോറിൻ ബന്ധങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇടപാടുകളും, വിദേശത്തെ അക്കൗണ്ടുകളും ആ അക്കൗണ്ടുകളെ കുറിച്ചുള്ള ഇടപാടുകളെ കുറിച്ചും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷോൺ ജോർജ്. എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകൾ വീണ വിജയനും ഇത്രയും കാലം ചെയ്ത എല്ലാ പ്രവൃത്തികളും പൊതുജനത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കും എന്ന ശപഥവുമായാണ് ഷോൺ ജോർജ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും മകൾക്കും ഷോൺ ജോർജ് ഇപ്പോൾ ഒരു പേടി സ്വപ്നം തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ഷോൺ ജോർജ് കണ്ടെത്തുന്നതെന്ന് യാതൊരു വിവരവും അവർക്കില്ല. ഷോൺ ജോർജിനെ ഒന്നും കുറച്ച് കാണേണ്ട എന്ന ഒരു രീതി പോലും ഇപ്പോഴുണ്ട്. അത്തരത്തിലാണ് പിണറായി വിജയനും മകളും ഒക്കെ ചിന്തിക്കുന്നത്. വിദേശത്ത് പോയി അക്കൗണ്ട് തുടങ്ങി ആരും അറിയാതെ അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിരുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ ഷോൺ ജോർജിന് ലഭിച്ചിരുന്നുവെന്നും കൃത്യമായ തെളിവുകളുടെ പിൻബലത്തിലാണ് ഷോൺ ജോർജ് കോടതിയിലേക്ക് പോകുന്നത് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനും മകൾക്കും ഇനി വരുന്ന നാളുകൾ ശനിദശയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പിണറായി വിജയനും മകൾക്കും അധികകാലം ജനങ്ങളെ പറ്റിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട്.